എനിക്ക് പ്രതീഷ് ശേഖറിനോട് പറയാനുള്ളത്, താങ്കൾക്ക് ഈ സിനിമയുമായി തുടക്കം മുതലേ ബന്ധപ്പെട്ട് എത്രത്തോളം ഇതിനെപ്പറ്റി, ഈ കാര്യവിവരങ്ങളെപ്പറ്റി അറിവുണ്ട് എന്നുള്ളതിന് വളരെ സംശയമുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും 1.55 കോടി രൂപയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വാങ്ങിയെടുത്തിട്ടുള്ളത്. അതിനുള്ള തെളിവ് എല്ലാം നിരത്തിയിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, അത് സിനിമ കളിക്കരുത് എന്നല്ല ഒരിക്കലും ഞങ്ങൾ ഇഞ്ചക്ഷൻ ഓർഡറിൽ കോടതിയുമായി സമീപിച്ച് വാങ്ങിയിട്ടുള്ള ഉത്തരവ്. സിനിമ കളിക്കാം, എനിക്ക് തരാനുള്ള, വിവേക് വിശ്വനാഥിന് തരാനുള്ള 1.55 കോടി രൂപയും 18% ഇൻട്രസ്റ്റും കെട്ടിവെക്കുകയോ തത്തുല്യമായ പ്രോപ്പർട്ടി കെട്ടിവെക്കുകയോ ചെയ്യാം എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കോടതി വിധിക്ക് ശേഷവും പ്രൊമോഷനും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുൻപോട്ട് പോയി. നൈസാം സലാം എന്ന പ്രൊഡ്യൂസറിന് ആദ്യമായി ഒരു മെസ്സേജ് ചെയ്യുന്നത് ഞാനും, നൈസാം സലാമാണ് ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നതും. ശരിയാണ്, നെഗോഷിയേഷൻസ് ഞങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അത് എന്തോ കാരണവശാൽ അത് ധാരണയായിട്ടില്ല. ഇനിയും കോടതി വഴി കിടക്കുന്ന ഒരു വിഷയമാണ്. അത് കോടതിയിലൂടെ മുമ്പോട്ട് പോട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ കോടതി എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കാൻ ഇരിക്കുന്ന സാധനമല്ല. കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. അത് നാളെ സുപ്രീം കോടതിയിലാണെങ്കിലും നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പൈസ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചീറ്റ് ചെയ്ത് വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് ആഭ്യന്തര കുറ്റവാളി കളിക്കാം എന്നുള്ള സുപ്രീം കോടതിയിൽ നിന്നോ അല്ലെ അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നോ വരുന്ന വിധിയാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ച് മുമ്പോട്ട് പോവുക. ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്നും ഞങ്ങൾക്ക് ഓർഡർ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ ക്ലിയറാണ്. ഈ സിനിമ താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ ഓർഡറാണ്. അത് കോടതി തീരുമാനിക്കും വരെ അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, അത് അടുത്ത ലെവലുള്ള കോടതിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും പോകേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒരു ചെറിയ പൈസയല്ല, വളരെ ബുദ്ധിമുട്ടി, വളരെ കഷ്ടപ്പെട്ട് സിനിമയെന്നുള്ള മോഹം കൊണ്ട് ഞാനും ഇറങ്ങിത്തിരിച്ചതാണ്. പക്ഷേ ഇങ്ങനൊരു കബളിപ്പീര് ഈ ടീമിൽ നിന്നും എനിക്ക് പറ്റി. അതിനുള്ള തെളിവുകൾ കോടതിയിൽ നിരത്തിയിട്ടുണ്ട്. ആ കോടതി ഉത്തരവിനെ മാനിക്കുക.